ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കോടമഞ്ഞിൽ ഓഹോയ് അപ്പോൾ ഭയങ്കര മഞ്ഞാണ്. ആക്ച്വലി വരുന്ന വഴിക്ക് റോഡൊന്നും കാണത്തില്ലായിരുന്നു, അമ്മാതിരി മഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ താഴെ സ്ട്രോബെറി ഫാം നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പോയി താഴോട്ട് പോവാം. ആക്ച്വലി ഇവിടെ കോട അടിച്ചിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ചെറിയൊരു രീതിയിൽ ഒരു വ്യൂ കിട്ടുന്നല്ലാതെ വേറെ ഒന്നും തന്നെ കാണത്തില്ല. അമ്മാതിരി കോട അടിച്ച് കിടക്കും അവിടെ. അവിടെയാണെങ്കിൽ ഒരു സെറ്റ് മലയാളികൾ പാട്ടൊക്കെ വെച്ച് തുള്ളുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാതിരിക്കും ചെറിയ രീതിയിൽ. ഇത് കണ്ടില്ലേ, ഈ ഓരോ കൂട്ടിനകത്താണ് ഇവിടുത്തെ സ്ട്രോബെറി കൃഷി നടക്കുന്നത്. ചെറിയ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കിട്ടില്ലേ? അകത്ത് റെഡ് കളറിൽ കിടക്കുന്ന എല്ലാം സ്ട്രോബെറീസാണ്. നമ്മുടെ എവിടാ പറയുക, മൂന്നാർ പോയി കഴിഞ്ഞാൽ വട്ടവടയിൽ നിങ്ങൾക്ക് സ്ട്രോബെറി തോട്ടം കാണാൻ പറ്റും. പക്ഷേ അത് ഇതുപോലെ കവേർഡല്ല. ഇത് ആക്ച്വലി ചിലപ്പോൾ ഇത്രയും മഞ്ഞുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ചെറിയൊരു എന്താ പറയുക, നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ സെറ്റപ്പ്. സത്യം പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് ആണെങ്കിൽ കൂടി തൊട്ടടുത്തേക്കുന്ന ആളെയും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, പക്ഷെ നേരിട്ട് നോക്കിയാൽ കാണത്തില്ല. മേ ബി ഞാൻ എൻ്റെ ബ്ലൈൻഡ്സ് വെച്ചിരിക്കുന്നുണ്ടാവും, ഐ മീൻ ഡാർക്ക് ഷെയ്ഡ്. താഴോട്ട് കൊക്കയാണോ അതോ എന്താണോന്ന് ഒരു പിടുത്തമില്ല. ആക്ച്വലി സ്ട്രോബെറി തോട്ടം കാണാൻ വന്നിട്ട് മഞ്ഞും തോപ്പ് കണ്ടിട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇവിടെ സ്ട്രോബെറി ഒന്നും കാണത്തില്ല. കഴിക്കാൻ മേടിക്കാൻ കിട്ടുമോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് ഇവിടെ സ്ട്രോബെറിയുടെ സെറ്റപ്പ് ചെയ്യുന്നത്. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് നോർമലി എല്ലായിടത്തും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. ഇത് ആക്ച്വലി ഇവിടെ തന്നെ ഉണ്ടാകുന്ന സ്ട്രോബെറി ആയതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് എന്താ പറയുക കപ്പ് മേടിച്ചു. ഇവിടെ നിന്നാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാകുന്ന സ്ട്രോബെറിയാണ്. 20 റിയാലാണ് ഈ ഒരെണ്ണത്തിന്. 20 റിയാലിനൊക്കെ ഇവിടുത്തെ ചോക്ലേറ്റ്, ഇവിടുത്തെ സ്ട്രോബെറി വർത്ത് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കൊതിവിടണ്ട. തിളച്ച് മറിഞ്ഞ ഹൃദയവുമായി എവിടുന്നാ ലാസ്റ്റ് നിന്ന വ്യൂ പോയിന്റിൽ നിന്ന് കയറിയിട്ട് ഇവിടെ വന്ന് തണുത്ത് പറഞ്ഞ് ഐസ് കട്ട പോലായിട്ട് നിൽക്കുന്നു. കൈയൊക്കെ മരച്ചൊരു വരുവായി. കാരണം ഇത്രയും മഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും മഞ്ഞ് കണ്ടിട്ടുണ്ടെന്ന്. മൂന്നാറും കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും മഞ്ഞ് അവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടില്ലേ, ഈ വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഭയങ്കര കോടയാണ്. കാരണം ബസ് നേരത്തെ വന്നപ്പോൾ തന്നെ പേടിച്ച ബസ്സിനകത്ത് ഇരുന്നത്. ആകെ കാണാൻ പറ്റുന്നത് സൈഡിലത്തെ മഞ്ഞ കളർ ഡിവൈഡർ ലൈനാണ്. അത് ചില ഏരിയയിൽ കാണത്തില്ല. അപ്പം വണ്ടി പോകുന്ന കൊക്കലോട്ടാണോ റോഡിലോട്ടാണോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ ഇവൻറ്റ്, ദി കേബിൾ കാർ. നമ്മുടെ വൈസ് സിറ്റിക്കകത്ത് മാത്രം ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഈ സാധനം നേരിട്ട് കാണുന്നത്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടും ഇവിടെ നിന്ന് എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ കേബിൾ കാറിനകത്ത് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ 3 സുഹൃത്തുക്കൾ. ജനലും കൂടി ഇല്ലായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇഫ് ദർ വാസ് നോ വിൻഡോ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്.
കേബിൾ കാർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അനുഭവമായി മാറിയൊരവസ്ഥ. അതായത് ഒറ്റ റൗണ്ട് ഇവിടെ പോയിട്ട് അവിടെ വരുമെന്ന് വിചാരിച്ചിട്ട് 5-6 റൗണ്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. അതായത് ഞങ്ങൾ 200ാമത്തെ നമ്പറാണ്. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ 215ാമത്തെ ആൾക്കാർ കയറുന്നു. അപ്പോൾ അത്രയും ടൈം ഞങ്ങൾ അങ്ങോട്ട് കറക്കുമായിരുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വണ്ടി കയറുവാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. പേരെനിക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ പേരെന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ബസ് ഇതാ ഇവിടെ കണ്ടോ, ഒന്നെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ലൊക്കേഷൻ, ഹൈ സിറ്റി. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറയുന്നത് ഒരുപാട് കഫേസും കോഫി ഷോപ്പുകളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ആയിരിക്കും. നോക്കാം. ഇത് ആക്ച്വലി കഫേയും കോഫി ഷോപ്പും മാത്രമല്ല, ഇതൊരു ഓപ്പൺ മാളാണ് ആക്ച്വലി. ഇതുണ്ടോ, ഒരു ബ്യൂട്ടി ഷോപ്പുണ്ട്, എന്താ ഒരു ഊതിൻ്റെ ഷോപ്പ്, അത് അത്യാവശ്യം എനിക്കൊന്ന് ഗെയിമിങ്ങിൻ്റെ ഷോപ്പാണ്. ഇത് താണ്ട ഇവിടെ ഒരു പെർഫ്യൂം ഉണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പൺ മാളാണ് ഐ തിങ്ക്, അല്ലെങ്കിൽ ഓപ്പൺ സ്ട്രീറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്ക്. ഇറ്റ്സ് ലൈക്ക് ഐ എം ഇൻ സം പ്ലേസ് മാജിക്കൽ. അതുപോലെ കോടയൊക്കെ കയറി ഒരു പ്രത്യേക വൈബ്. സത്യം പറഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ഓഫ് മൈ 2026, അങ്ങനെ തന്നെ പറയാം. കാരണം ഇത്രയും ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു ഡേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത ഓഫ്കോഴ്സ് ഐ തിങ്ക് 2025 വെച്ച് നോക്കുമ്പോഴും ബെസ്റ്റ് ഡേയ്സിൽ ഒന്നായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു ദിവസമാണ്. താങ്ക് യു റെഡ് സീ ഹോളിഡേയ്സ്. അവരാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത്. ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഇൻസ്റ്റ മെൻഷൻ ചെയ്യാം. അത് ആരെങ്കിലും താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യുക. ഒരുപാട് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അല്ലുല, പിന്നെ റിയാദ് ഇപ്പോൾ നിലവിലില്ല, പക്ഷെ ഉണ്ടായിരുന്നു. പിന്നെ അബ്ഹ, പിന്നെ അൽബഹ, അങ്ങനെ ഒരുപാട് പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ദം ആൻഡ് സീ ഇഫ് യു ക്യാൻ മാനേജ് ദ പാക്കേജ്. ഓക്കെ. എന്താ ഈ താഴോട്ടൊരു വ്യൂ പോയിന്റും എന്താ ആ വെട്ടം കാണുന്നില്ലേ, അത് ആക്ച്വലി ഒരു റോഡാണ്. ഒന്നും മുതൽമഞ്ഞാറിനെ കാണത്തില്ല. വന്നിട്ടും പോയിട്ടും കാണാൻ പറ്റുന്നത് ഇതാ ഈ ഒരു കേബിൾ കാറിൻ്റെ പില്ലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യയിൽ കോടയിൽ ചുറ്റപ്പെട്ട് ഇത്രയധികം സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് എൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. വീഡിയോസ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഇഷ്ടപ്പെടും. നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ഡിയോ വ്ലോഗർ സൈനിങ് ഓഫ്.